വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ഇന്നത്തെ ടോപ്പിക് കമ്പനി ബോർഡ് LGS ആണ്. അല്ലാതെ എന്തല്ല വേറൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ടല്ല പോണേന്നുള്ളത്. അപ്പൊ കമ്പനി ബോർഡ് LGS വരാൻ പോവാണ്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം. കമ്പനി ബോർഡ് LGSനെ കുറിച്ച് പറയണേക്കാൾ മുന്നേ വേറൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാണ്. നമ്മൾ എല്ലാവരും ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? ആരാണ് ജോലി ആഗ്രഹിക്കാത്തത്? പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കാത്തായിട്ടുള്ള ആരും തന്നെ ഉണ്ടാവില്ല. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് കിട്ടാതെ വരും, അല്ലെ? ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാവാം, അത് സാമ്പത്തികപരമായിട്ടുള്ളാവാം, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ളാവാം, എങ്ങനെ ആയിക്കോട്ടെ. ചില ആൾക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രൈവറ്റ് ജോലിക്ക് പോകേണ്ടി വന്നേക്കാം. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ അവർക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലർക്ക് കുട്ടികൾ ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ടാവില്ല, കുട്ടികളെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ചിലർക്ക് വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടാവും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പല കുട്ടികൾക്ക് അല്ലെങ്കിൽ വേണ്ട ജോലി ചെയ്യുന്ന അത്യാവശ്യം മേജർ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പൊ നമുക്കറിയാം, ഒരു 36 വയസ്സുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ 39 വയസ്സുള്ള OBC-ക്കാര്, 40 വയസ്സുള്ള SC ST-ക്കാർക്ക് വരെ നമ്മുടെ ഈ പരീക്ഷ എഴുതാം. അപ്പൊ ഈ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പരീക്ഷ എഴുതാന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ വെറുതെ വീട്ടിലിരിക്കുന്നവരുണ്ടാവും, ജോലിക്ക് പോകുന്നവരുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അത് ഇത്രയും നല്ല കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇത് പഠിച്ച് തീർച്ചയായിട്ടും, ഒരു വർഷമൊന്നും നമുക്ക് കിട്ടില്ല, അത് വേറെ കാര്യം. കാരണം 99% അല്ല, 110% തന്നെ നമുക്ക് പറയാം ഈ ഡിസംബറിൽ എന്ത് വരും? കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ എങ്ങനെയായാലും വരും. പക്ഷെ ഡിസംബറിന് മുന്ന് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ വരും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സമയമൊന്നും കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെങ്കിൽ 2025 ഡിസംബറിൽ വന്ന 2027 ജാനുവരി 11 റാങ്ക് ലിസ്റ്റ് തീരും. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് തീരും. 2027 തീരും. ഒരു വർഷമേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം, അപ്പൊ നമുക്ക് ഒരു 6 7 മാസം പഠിക്കാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ജാനുവരി 12-നാണ്. അതിൽ 3712 പേര് ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായി. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. കേരളത്തിൽ നിന്ന് 3712 പേരുള്ളതിൽ 2338 ആൾക്കാർക്ക് അഡ്വൈസ് പോയി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പകുതിയിൽ കൂടുതൽ ആൾക്കാർ, 10 60% ആൾക്കാരോളം ജോലി 1.5 കൊല്ലമായപ്പോഴേക്കും ജോലി കിട്ടി. ഒരു LDC റാങ്ക് ലിസ്റ്റിലെ പെട്ടേച്ചാൽ നമുക്ക് ഒരു ജില്ലയിൽ 300 റാങ്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് 1.5 കൊല്ലം കഴിയുമ്പോൾ ആ ജോലി കിട്ടി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 2 2.5 കൊല്ലമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ജോലി കിട്ടണത്. ഇത് 2338 ആൾക്കാരുള്ള 3712 പേരിൽ 2338 ആൾക്കാർക്ക് ജോലി കിട്ടി എന്നാ പറയണേ. ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് 76.67 ആയിരുന്നു. അത് സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ അത്രയും കട്ട് ഓഫ് മാർക്കൊക്കെ വരും. പക്ഷെ ഇവിടെ നമുക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഇവിടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഒന്നും പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും അതുപോലെ തന്നെ GK മാത്രമേ ഉള്ളൂ. ആ GKയിൽ എന്തുണ്ട്? ഒരു 20 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അഫയേഴ്സും, 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും, ബാക്കി 60 മാർക്കിന് GKയിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഇക്കണോമിക്സ് ഉണ്ടാവും, കേരള ഫാക്ട്സ് ഉണ്ടാവും, ഇന്ത്യ ഫാക്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് അതിൽ കുറച്ച് കൂടുതലായിട്ട്. ബയോളജി ഭാഗ്യം, പൊതുജനാരോഗ്യം അല്ലെങ്കിൽ വൈറ്റമിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ആകെ കൂടെ ഫിസിക്സ് കെമിസ്ട്രിയും 5 മാർക്കിനുള്ളൂ. ബാക്കി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ബയോളജി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് എന്താ പറയാ, ജീവിതശൈലി രോഗങ്ങള്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങള്, സാംക്രമിക രോഗങ്ങള്, വൈറ്റമിൻസ്, ഭക്ഷ്യ കാർഷിക വിളകൾ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ബയോളജി പഠിക്കാണ്ട്. ഇത്തരം കാര്യങ്ങൾ പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കുക. നമ്മുടെ മുമ്പില് എപ്പോഴും നമ്മൾ വളരെ കുറച്ച് സമയമുള്ളൂ. എൻ്റെ മുമ്പിൽ ഒരു 6 7 മാസമേ ഉള്ളൂ. അപ്പോൾ ഒരു 4 മാസം കൊണ്ട് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഭംഗിയായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് അടക്കം നോക്കി ആ ഓപ്ഷൻസിൽ നിന്ന് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള രീതിയിൽ വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കുക. അതിന്റെ ക്ലാസ്സുകൾ, അതായത് ആദ്യം നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സുകൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക് അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ഞാൻ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ നോട്ട് നിങ്ങൾക്ക് PDF രൂപത്തിൽ അതും ഞാൻ തരാം. അപ്പൊ അങ്ങനെ തരാം. പ്ലസ് ഈ ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം മാത്സിന്റെ ക്ലാസ് എടുക്കാം. അതിനുശേഷം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്ലസ് എന്ത് ചെയ്യാം? നമുക്ക് ഈ പഠനം കഴിഞ്ഞതിന് ശേഷം സിലബസ് കംപ്ലീറ്റഡ് ആവുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നന്നായിട്ട് അതിന് ഉത്തരം കിട്ടും. അത് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ അതിന്റെ അനുബന്ധ വസ്തുക്കളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല 100 റാങ്കിനുള്ളിൽ ജോലി, മാർക്ക് 100 റാങ്കിനുള്ളിൽ നിങ്ങൾ കയറി നിങ്ങൾക്ക് 2027 ഒരു ഗവൺമെന്റ് ജോലിയിൽ നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. ഇത് ഞാൻ
ഞാനാണ് ഉറപ്പ്. പക്ഷേ ഞാൻ ഉറപ്പ് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അത് പഠിക്കുന്ന കാര്യങ്ങളായാലും നോട്ടിന്റെ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും പറയണ പോലെ അതേ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി 2027 നമ്മുടെ ഒരു സ്വപ്ന ജോലി നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് കമന്റ്സ് വേണമെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. അതായത് അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ ഉള്ളത്. അപ്പൊ നമ്മൾ അടുത്ത ദിവസം തൊട്ട് തന്നെ ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഒക്കെ നിങ്ങളുടെ ഒരു ചേച്ചി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള നിലയ്ക്കോ ഏത് രീതിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിച്ചത് ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരവും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ആർക്കായിക്കോട്ടെ നമുക്ക് ഫ്രീ ആയിട്ട് നോട്ട് അടക്കം PDF അടക്കം അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അടക്കം ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സാധിക്കും. അപ്പൊ യാതൊരുവിധ ഫീസും ഇല്ലാതെ നമുക്ക് 2027 ആകുമ്പോഴേക്കും ഈ ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾക്ക് 100-ൽ ഒരു റാങ്ക് ഞാൻ ഉറപ്പു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇങ്ങനൊരു പുതിയ ബാച്ചിൻ്റെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. അപ്പം അടുത്ത ദിവസം നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ മാരത്തോണുമായിട്ട് നമുക്ക് കാണാം കേട്ടോ.